എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഒമർ ലല്ലു സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. ഓണത്തിനാണ് സിനിമ തിയേറ്ററുകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. റഹ്മാനാണ് സിനിമയിൽ നായകൻ. അതുപോലെ ബാബു ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ബാഡ് ബോയ്സ്. ഇപ്പോൾ ഇതാ ഹോട്ട്സ്റ്റാർ ബാഡ് ബോയ്സിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്മസിന് ബാഡ് ബോയ്സ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ഉണ്ടായിരിക്കും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 20 ശേഷമായിരിക്കും ബാഡ് ബോയ്സ് റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത സിനിമയാണ് അയം കാതലൻ. നസ്ലിൻ ഒരു ഹാക്കറായിട്ടാണ് സിനിമയിൽ വരുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നസ്ലിൻ മികച്ച അഭിനയം കാഴ്ചവെച്ചെങ്കിലും ചെറിയൊരു സ്റ്റോറി ആയതുകൊണ്ട് അയം കാതലൻ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് കാതലൻ എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 22-നായിരിക്കും മനോരമ മാക്സിലൂടെ കാതലൻ എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയെക്കുറിച്ചാണ്. ദേവിക അർജുൻ അശോകനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നാദർഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. റിയാസ് ഖാൻ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഹോട്ട്സ്റ്റാർ വൺസ് അപ്പോൺ എ ടൈം എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ഡിസംബറിലായിരിക്കും സിനിമയുടെ റിലീസ്. ഡിസംബർ 28-ന് ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമയുടെ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തമനയുടെ മലയാള സിനിമയായിരുന്നു ബാന്ദ്ര. സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു ഗാങ്സ്റ്ററായിട്ടാണ് ദിലീപ് ഈ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബാന്ദ്ര എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈം കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഡിസംബർ 25-നായിരിക്കും ബാന്ദ്ര എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മദനോത്സവം എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ ചിത്രത്തിന് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കോമഡി മൂവിയാണ്. സുരാജാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് നാളായിട്ടും സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം മദനോത്സവം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന ക്രിസ്മസിനായിരിക്കും മദനോത്സവം എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്രിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ ബേസിലുമുണ്ട്. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. പക്ഷേ ഇന്നലെ സിനിമയുടെ OTT റിലീസായിരിക്കുകയാണ്. ശരിക്കും ഒഫീഷ്യൽ OTT അല്ല, HD പ്രിന്റ് ലീക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുവിധം എല്ലാവർക്കും സിനിമ കിട്ടിയിട്ടുണ്ട്. ഒഫീഷ്യൽ OTT ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ക്രിസ്മസിനായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമ ഒരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷൻ സൂക്ഷ്മദർശിനി എന്ന സിനിമ നേടിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല രീതിയിലാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സിനിമയുടെ പ്രിന്റ് ലീക്കായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പല്ലോട്ടി 90s കിഡ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ ഒരു പല്ലോട്ടി എന്ന സിനിമയിൽ ഒരുപാട് താരനിരകൾ അഭിനയിച്ചിട്ടുണ്ട്. അർജുൻ അശോകൻ, നിരഞ്ജന, ബാലു വർഗീസ്, സൈജു ഗ്രൂപ്പ് തുടങ്ങി വലിയ താരനിരയാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ യുവതാരങ്ങളാണ്. ചെറിയ പിള്ളേരുടെ സിനിമയായിരുന്നു പല്ലോട്ടി. സിനിമ തിയേറ്ററുകളിൽ നല്ലൊരു കയ്യടി നേടിയിട്ടുണ്ടായിരുന്നു. ജിതിൻ രാജ് സംവിധാനം ചെയ്ത പല്ലോട്ടി എന്ന സിനിമ തിയേറ്ററുകളിൽ ജനങ്ങൾ ഏറ്റെടുത്തു. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 23-നായിരിക്കും പല്ലോട്ടി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഭാവന, രഞ്ജി പണിക്കർ, ഡെൻ ഡേവിസ്, അനുമോഹൻ തുടങ്ങി ഒരു താരനിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു കോളേജിലുണ്ടാകുന്ന സംഭവത്തെ പറ്റിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പിന്നീട് സിനിമ ഹൊറർ മൂഡിലേക്ക് എത്തുകയാണ്. അവസാന സിനിമ ത്രില്ലറിലാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ ഇതാ ഹണ്ട് എന്ന സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്മസിനായിരിക്കും ഹണ്ട് എന്ന സിനിമയുടെ OTT റിലീസ്. ഡിസംബർ 24-ന് ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. നിതാ പിള്ളയും ദിലീപുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഡ്രാമ ത്രില്ലർ സിനിമയാണ്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമ ജനങ്ങൾ കൈവിട്ടു. എന്നാലും തങ്കമണി എന്ന സിനിമ നല്ലൊരു സ്റ്റോറി തന്നെയാണ് പറഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാണ് സിനിമ പരാജയപ്പെട്ടതെന്ന് വ്യക്തമല്ല. ഇപ്പോൾ ഇതാ തങ്കമണി എന്ന സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഉടൻ OTTയിലെത്തും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി ആദ്യ വീക്കിലായിരിക്കും തങ്കമണി എന്ന സിനിമയുടെ OTT റിലീസ്.
അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ജോർജ് ജോർജാണ് സിനിമയിൽ നായകൻ. ജോർജ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായി. നല്ലൊരു സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് സിനിമയുടെ ക്ലൈമാക്സ് ആണ് എല്ലാവർക്കും ഇഷ്ടമായത്. സാഗർ സൂര്യയാണ് ഈ സിനിമയിൽ വില്ലൻ. ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു തൃശ്ശൂരിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ പണി എന്ന സിനിമയുടെ OTT അവകാശം സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 1 ആയിരിക്കും സോണി ലീവിലൂടെ പണി എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.